നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഒരു സന്ദർഭം കർത്താവ് നൽകിയിരിക്കുകയാണ്. ആ, നമ്മളെല്ലാവരും വചനം, എനിക്കറിയാം, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വളരെ ആ, സ്നേഹിക്കുന്ന, പഠിക്കുന്ന ആളുകളാണല്ലോ. വചനത്തെ സ്നേഹിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇന്നുള്ളവരെല്ലാവരും തന്നെ എന്ന് എനിക്കറിയാം. എല്ലാവരുമായിട്ട് നമ്മൾ വളരെ ആ രീതിയിൽ വചനം പഠിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കാണിച്ച എല്ലാ ആ സന്തോഷത്തിനും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വീണ്ടും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബുക്ക് ഓഫ് ഡാനിയൽ, അതിൻ്റെ ആദ്യത്തെ ചില അധ്യായങ്ങളിൽ, അതിനുശേഷം പ്രവചനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ദാനിയേൽ ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ആ, പലപ്പോഴും നമ്മൾ ദാനിയേൽ മാത്രമല്ല, ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്ന ഹനനയ, മിശായേൽ, അസറയ, ആ 4 വ്യക്തികൾ, 4 ചെറുപ്പക്കാർ, യങ് പീപ്പിൾ, അവരുടെ ജീവിതം നമുക്ക് എങ്ങനെ മാതൃകയുള്ള ജീവിതമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് പഠിക്കാൻ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് തിരിയുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ 4 പേരുടെ ചരിത്രം വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ അധ്യായങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് 1-ാം അധ്യായം വരുമ്പോൾ അവരെ നമ്മൾ കാണുന്നത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വരുന്നതാണ്. വന്നു, അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിലൊക്കെ എടുത്തുകൊണ്ട് ശിനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അതൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ രാജാവ് യെരൂശലേമിൽ വന്ന് യെരൂശലേമിലെ യഹൂദന്മാരായ ആളുകളെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇവർ അസാമാന്യമായ കഴിവുള്ളവരാ. എല്ലാ രീതിയിലും ബൗദ്ധികമായും ശാരീരികമായും എല്ലാം വളരെ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ രാജാവ് ചിന്തിച്ചു, എൻ്റെ രാജധാനി വലുതാകുകയാണ്, രാജ്യം വലുതാകുകയാണ്, ഒത്തിരി രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നെബൂഖദ്നേസർ. ആ കാലഘട്ടത്തിലെ ഒരു ലോക രാജാവ് എന്ന് പറയത്തക്ക രീതിയിലുള്ള വളർച്ച ബാബിലോണിനുണ്ടാകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെയൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എൻ്റെ രാജ്യം അതിന് മുന്നോട്ടുള്ള ഗമനത്തിന് ശക്തന്മാരായ, കഴിവുള്ള, എന്തിനേയും നേരിടുവാൻ പ്രാപ്തിയുള്ളവരായ യുവാക്കളെ എനിക്ക് വേണം എന്ന് രാജാവ് ചിന്തിച്ചു, തീരുമാനിച്ചു. അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഈ യെരൂശലേമിൽ നിന്ന് കുറേ പേരെ നമുക്ക് കൊണ്ടുപോകണം, ബാബിലോണിലേക്ക് കൊണ്ടുപോകണം. അത് അവിടെ ഇവിടെയും വിളിച്ചുകൊണ്ട് പോകാനല്ല, അവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളെ കൊണ്ടുപോകണം. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ 1-3 അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും. നോക്ക്, രാജാവ് യെരൂശലേമിലേക്ക് ചെന്ന് അവിടുന്ന് ഉണ്ടായിരുന്നവരെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോരുകയല്ല. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് അവരെ പിടിച്ചുകൊണ്ട് വന്ന് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് രാജാവിന് അറിയാം. അല്ലാതെ വഴിവക്കിൽ നിന്ന് കുറച്ചുപേരെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നൊരു ബാധ്യതയാകത്തേ ഉള്ളൂ. അവരെ തീറ്റി പോറ്റണ്ടേ. ഇതങ്ങനല്ല. തീറ്റാനും പോറ്റാനും ഒക്കെ കൊടുത്താലും വേണ്ടുകയില്ല. അവരെ ഉപയോഗിക്കാൻ, അവരെ ജോലിക്കെടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകൾ, അവർ രാജസന്തതിയിൽപ്പെട്ടവർ,
കുലീനന്മാര് നോബിളാണ്, റോയൽ ആൻഡ് നോബിൾസ്, ഈവൻ ഓഫ് ദ സീഡ് റോയൽ ആൻഡ് ഓഫ് ദ നോബിൾസ്. പിന്നെ അംഗഭംഗമില്ലാത്തവര്, സുന്ദരന്മാര്, സകല ജ്ഞാനത്തിലും നിപുണന്മാര്, നല്ല അറിവുള്ളവര്, അറിവിൽ സമർത്ഥന്മാര്, വിദ്യാപരിജ്ഞാനികള്, അങ്ങനെയുള്ളവരെ രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരായ ചില ബാലന്മാരെ വരുത്തുവാനും കൽപ്പിച്ചു. അപ്പൊ ഏറ്റവും യെരുശലേമിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെയാ ഈ രാജാവ് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇവരെ പിടിച്ചുകൊണ്ട് പോരുമ്പോൾ എന്തിനാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, കുറച്ചുപേർ ഇരിക്കട്ടെ, അവർക്ക് വല്ലതും കഴിക്കാനും കുടിക്കാനും കൊടുക്കാമെന്നല്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് രാജധാനിയിൽ പരിചരിപ്പാൻ, അതിനുവേണ്ടിയാണ്. who such as had ability to stand in the king's palace, രാജധാനിയിൽ പരിചരിപ്പാൻ കഴിവുള്ളവരായ യങ് പീപ്പിൾ. ഞാനിത് പറയാൻ കാര്യം, ദാനിയേൽ, മിശായേൽ, അസറയ, ഹനനയ ഇവരൊക്കെ ചില്ലറക്കാരല്ല. യെരുശലേമിൽ തന്നെ ഏറ്റവും കഴിവുണ്ടായിരുന്നവരായ ആളുകൾ. എന്നിട്ട് യെരുശലേമിൽ യഹൂദന്മാരായി ജീവിക്കുമ്പോൾ ഏറ്റവും കഴിവുള്ളവർ എന്ന അർത്ഥത്തിൽ, എന്നാൽ പിന്നെ അവരെ നേരെ ഇങ്ങ് കൊണ്ടുവന്ന് അവരെ രാജധാനിയിൽ വർക്ക് ചെയ്യാനാക്കുക എന്നല്ല രാജാവ് ചിന്തിച്ചത്. അവരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. കാൽഡിയൻസ്, ബാബിലോണിയൻസ്, അവരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കണം. എന്തിനാ? എന്നാലേ ബാബിലോണിൽ രാജാവിന് യോജിക്കുന്ന നിലയിൽ വർക്ക് ചെയ്യാൻ അവർക്ക് കഴിയൂ എന്ന് രാജാവ് ചിന്തിച്ചു. കാരണം ഇവർ യഹൂദന്മാരല്ലേ, അവർ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ. അതുപോലെ കൽദയരുടെ വിദ്യയും കൂടെ വേണം, കൽദയരുടെ സ്റ്റൈലും വേണം. അതിനുള്ള, ഞാനതിനെക്കുറിച്ച് പിന്നീട് പറയാം, അതിനുള്ള വിദ്യാഭ്യാസം, എക്സ്ട്രാ വിദ്യാഭ്യാസം കൊടുക്കാൻ, അതാണ് നമ്മളിവിടെ കാണുന്നത്. അവരെ ഒരു ഹോസ്റ്റലിൽ താമസിപ്പിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ 4 പിള്ളേരുടെ കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും ദാനിയേലിൻ്റെ ചരിത്രം വെച്ച് ആഫ്രിക്കയിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഹോസ്റ്റൽ അല്ല, ഇവരല്ല, പൊതുവെ നമ്മൾ കോളേജിലൊക്കെ പിള്ളേർ പഠിക്കുമ്പോഴത്തേക്ക് അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു. വീടിൻ്റെ സാഹചര്യം വിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാ പോകും. അവിടെ അവര് എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കുമ്പോൾ, ഈ 4 യഹൂദ ബാലന്മാര് ആ കാലയളവിൽ, ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരായ ആളുകളായി ആണ് ഈ 4 പേര്. അതിനെ അവരെ കൊണ്ടുവന്നത്. അവർ ഹോസ്റ്റലിൽ താമസിക്കുക. അവരുടെ ഹോസ്റ്റൽ പക്ഷേ രാജധാനിയാണ്. 5-ാമത്തെ വാക്യത്തിൽ രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. അതായത് രാജാവിൻ്റെ ഭക്ഷണം, രാജഭോജനം, പിന്നെ രാജാവ് കുടിക്കുന്ന വീഞ്ഞിൽ നിന്ന് നിത്യവൃത്തി. രാജാവ് പറഞ്ഞു, ഇങ്ങനെ അവരെ 3 വത്സരം ഹോസ്റ്റലിൽ താമസിപ്പിച്ച് ബാബിലോണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണം. എന്തിനാ? യഹൂദന്മാരായിരിക്കുന്ന ഇവരെ നമുക്ക് പക്കാ ബാബിലോണിയരാക്കണം. എന്നാലേ ബാബിലോണിലെ രാജാവിന്
സേവ ചെയ്യുവാൻ ഇവർ പ്രാപ്തരാകത്തുള്ളൂ. അപ്പം ഞാൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സെക്യുലർ എഡ്യൂക്കേഷൻ ആവശ്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സെക്യുലർ എഡ്യൂക്കേഷൻ തരുന്നവരുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയും ആത്മികരായവരെ പോലും സെക്യുലർ ആക്കുക എന്നുള്ളതാണ്. യെരുശലേമിൽ ഇവര് യഹൂദ മാതാപിതാക്കളുടെ കീഴിൽ പഠിച്ച ആത്മീയതയെ തകർത്ത് കളഞ്ഞ് ലൗകികത അവരുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റാനാണ് ഈ ബാബിലോണിയ അല്ലെങ്കിൽ യഹൂദ യുവാക്കൾക്ക് ഉണ്ടായ പ്രലോഭനം. അതാണ്, അതുതന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. അതായത് ഈ ലോകം എപ്പോഴും നമ്മളെ ലൗകികരാക്കാൻ നോക്കുന്നു. നമ്മളെ ആത്മീകരാക്കാൻ ഈ ലോകം നോക്കത്തില്ല. എപ്പോഴും ലോകം നോക്കുന്നത് എങ്ങനെ ഇവനെ ലൗകികനാക്കാമെന്നാണ്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളെ ആത്മീകരായി കണ്ടിന്യൂ ചെയ്യാനല്ല, നമ്മുടെ ആത്മീകതയെ തകർത്ത് നമ്മളെ ലൗകികരാക്കാനാണ് ലോകം എപ്പോഴും നോക്കുന്നത്. ലോകത്തിൻ്റെ ആഗ്രഹം നമ്മൾ ആത്മീകരായി ജീവിക്കണമെന്നല്ല, ലോകത്തിൻ്റെ ആഗ്രഹം നമ്മൾ ലൗകികരാകണമെന്നാണ്. അതുകൊണ്ട് ലൗകികമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ അവർ തീർച്ചയായും നമ്മളോട് പരിശ്രമിക്കും. അതുകൊണ്ടാണ് അവർക്ക് കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുന്നത്. അതായത് അവർ പഠിച്ചത് ന്യായപ്രമാണവും അതുമായി ബന്ധപ്പെട്ട, അവർ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, അറിവിൽ സമർത്ഥന്മാരാണ്, വിദ്യാപരിജ്ഞാനികളാണ്, സകല ജ്ഞാനത്തിലും നിപുണന്മാരാണ്, ഒക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെ അവര് ആ ജൂയിഷ് നോളജിൽ അവർ വളരട്ടെ എന്ന് ഒരിക്കലും ബാബിലോണിയർ ചിന്തിക്കത്തില്ല. ബാബിലോണിയർക്ക് ഇവരെ ബാബിലോണിയരാക്കണം. ഇതുപോലെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഒക്കെ നമ്മളെ ആത്മീകരായി വിടാനോ ആത്മീക പരിജ്ഞാനത്തിൽ നമ്മളെ വളർത്താനോ അല്ല അവരുടെ പരിശ്രമം. അവരെപ്പോഴും പരിശ്രമിക്കുന്നത് നമ്മളെ ലൗകികരാക്കാനാണ്, കൽദയരാക്കാൻ. കാൽഡിയൻസ് ലൗകികരാക്കാൻ. അന്ന് കാൽഡിയൻസ് ആക്കാൻ നോക്കി, കൽദയരുടെ വിദ്യയും ഭാഷയും. ഇന്ന് ലോകത്തിൻ്റെ വിദ്യയും ഭാഷയും നമ്മളെ പഠിപ്പിക്കാനാണ് നമ്മൾ അവർ നോക്കുന്നത്. എപ്പോഴും അവർ നോക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നമ്മൾ അവരെ നമ്മളെ പോലാക്കാനാണ് നമ്മളുടെ ഉത്തരവാദിത്വം. നമ്മൾ അവരെ പോലെ ആകാനല്ല. അവര് നമ്മളെ പോലെ ആകണം. സഹവാസം കൊണ്ട് അവര് നമ്മളെ പോലെ ആകണം. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എൻ്റെ കൂടെ ടി എൻ ഷാജി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എൻ്റെ കൂടെ ചെറിയ പ്രായം തൊട്ട് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാ. ഒടുവിൽ അദ്ദേഹം ജേർണലിസം കഴിഞ്ഞ് മസ്കറ്റിലായിരുന്നു കുറേയേറെ വർഷങ്ങൾ. അതിനുശേഷം ദോഹ വന്നു. ഗൾഫ് ടൈംസിലെ അതിൻ്റെ ഫിനാൻഷ്യൽ പേജ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. ഫിനാൻഷ്യൽ എഡിറ്റർ ആയിരുന്നു. ചെറിയ പ്രായം മുതൽ എൻ്റെ കൂടെ വളർന്നതാണ്. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനൊക്കെയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. അസാമാന്യമായ കഴിവുള്ള ഒരു ജേർണലിസ്റ്റാണ്. അല്ലെ പിന്നെ ഗൾഫ് ടൈംസിൽ ഫിനാൻഷ്യൽ പേജൊക്കെ കൊടുക്കത്തില്ലല്ലോ. എന്നാൽ ഷാജിയെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും, ഞാൻ ഒരു പ്രാവശ്യം ദോഹ വന്നപ്പം അദ്ദേഹത്തെ കണ്ടു.
അദ്ദേഹം എന്നെ പാടി കേൾപ്പിക്കുക. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ എന്നിട്ട് പറയാ. സാജുവിന് അറിയാമോ? സാജു എന്നെ പഠിപ്പിച്ച പാട്ടാ. സാജു എന്നെ മാത്രമല്ല, ഞങ്ങൾ എന്നീ കൊച്ചു പിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു ഇവിടെ. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ എന്ന് വെച്ച്. അപ്പൊ ട്യൂഷന് ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് വെച്ചാ ട്യൂഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഷാജിയും ട്യൂഷൻ എടുക്കാൻ വരും. അപ്പൊ അവിടെ വന്ന് ട്യൂഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ വരുന്ന പിള്ളേർ അതെല്ലാം മറ്റു മതത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അത് കേട്ട് ഷാജി അന്ന് പഠിച്ചതാ. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ, ലോകത്തിന്റെ പാട്ട് നമ്മളെ പഠിപ്പിക്കാനാ ലോകം നോക്കുന്നത്. പക്ഷെ നമ്മളെ ചുമതല പാട്ട് മാത്രമല്ല, നമ്മുടെ ആത്മീയത അവരിലേക്ക് പകരാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. വളരെ ഈ യഹൂദ ബാലന്മാര് അവരനുഭവിച്ചതായ പ്രതിസന്ധികൾ, ഒത്തിരി വലിയ പ്രതിസന്ധികൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. കാരണം ഒന്ന്, അവർ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും അവരുടെ ചെലവിലല്ല, രാജാവാണ് അവരെ അവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രാജാവ് പറയുന്നതിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ നോർമൽ വേയിൽ അവർക്ക് കഴിയില്ല. രാജാവിന്റെ ആഗ്രഹം ഇവരെ എങ്ങനെയെങ്കിലും കൽദയരാക്കണമെന്നാ. എന്നാലേ രാജാവിന് അവരെ കൊണ്ട് പ്രയോജനമുള്ളൂ. ലോകത്തിന്റെ ആഗ്രഹം നമ്മളെ എങ്ങനെങ്കിലും ലൗകികരാക്കണമെന്നാ. എന്നാലേ ലോകത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ ആത്മീയ നിലവാരത്തിൽ തുടരണമെന്നും സൂക്ഷിക്കണമെന്നൊന്നും ലോകത്തിന് ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ ചുമതല ഈ ലോകത്തിൽ ആത്മികരായി ജീവിക്കുക എന്നുള്ളതാണ്. അവരെ പോലെ ആകാനല്ല, അവരെ നമ്മളെ പോലെ ആക്കാൻ. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ബാലന്മാര് അവരവരുടെ പശ്ചാത്തലത്തിൽ നിന്നിങ്ങി പോകുന്നു. അവരുടെ മാതാപിതാക്കൾ അവരെ വളർത്തിയത് വളരെ മനോഹരമായി വളർത്തിയ ആത്മീകരായി വളർന്ന 4 യുവാക്കളുടെ ചരിത്രമാണ്. അതവർ ഭവനത്തിൽ നിന്നാണ് പഠിച്ചത്, അതിന് സംശയമില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഭവനത്തിൽ നിന്ന് പഠിച്ചതാണ്, അല്ലാതെ ബാബിലോണിൽ വന്നിട്ട് പഠിച്ചതല്ല. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞ് പിള്ളേർ ആത്മീകരാകണമെന്നല്ല, ആത്മീകരാക്കിയിട്ട് വേണം പിള്ളേരെ ഹോസ്റ്റലിൽ വിടാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ചെറിയ പ്രായം മുതൽ നമ്മൾ ആത്മീകരായി വളർത്തണം. ഡാനിയൽ, ഹനനയ, മിശായൽ, അസറയ, അവരെ അവരുടെ മാതാപിതാക്കൾ അസാമാന്യമായ നിലയിൽ ആത്മീകരായി വളർത്തി. അതുകൊണ്ട് ബാബിലോണിൽ ചെന്നിട്ടും പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് തന്നെ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ കീഴിൽ അടിമകളായി ജീവിക്കേണ്ട സാഹചര്യത്തിലും അവരുടെ ആത്മീയത അവർ വിട്ടുകളയാഞ്ഞത്, ഞാൻ 100% വിശ്വസിക്കുന്നത് അവരുടെ ഭവനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതായ ട്രെയിനിങ് ആണ്. അവരുടെ ഭവനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ട്രെയിനിങ്. നമ്മളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ ഈ ട്രെയിനിങ് കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് അവർ പഠിക്കാൻ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആത്മീയരായിക്കൊള്ളും എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഏറ്റവും ചെറിയ പ്രായം മുതൽ അവരെ ആത്മീകരായി നമ്മൾ വളർത്തണം. അങ്ങനെ വളർന്നവരായിരുന്നു ഇവര്. അപ്പൊ അവർ നേരിടേണ്ടി വന്ന ഒന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് കൽദയരുടെ വിദ്യ, ലൗകികതയിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ കോളേജിൽ പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയാണ്, കോളേജിൽ പോവുകയാണ്, അവരുടെ സിലബസ് മാറ്റാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഡാനിയലിന്റെ സിലബസ് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. കൽദയരുടെ വിദ്യയും ഭാഷയും ഒക്കെയാണ് അവരെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ സിലബസ് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ.
പക്ഷെ അങ്ങനെയുള്ള പഠനം അവരെ ബാധിച്ചില്ല. പിന്നെ അവർക്ക് നേരിടേണ്ടി വന്ന മറ്റൊരു വലിയ പ്രലോഭനം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 6-ാമത്തെ വാക്യത്തിൽ അവരുടെ പേര് പറയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനനയാവ്, മിശായേൽ, അസരയാവ് എന്നീ യഹൂദാ പുത്രന്മാർ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ബാബിലോണിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവർക്ക് വേറെ പേരിട്ടു. ദാനിയേലിന് അവൻ ബേൽസസർ എന്നും, ഹനനയാവന് ശദ്രക് എന്നും, മിശായേലിന് മേശക് എന്നും, അസ്രയാവിന് അബേദ്നെഗോ എന്നും പേർ വിളിച്ചു. അവരുടെ പേര് മാറ്റി. എന്താ ഇവരുടെ പേര് മാറ്റാനുള്ള കാരണം? ഒന്ന്, ഇവരുടെ 4 പേരുടെയും പേര് പഠിച്ചാൽ അവരുടെ പേര് ദൈവബന്ധമുള്ള പേരുകളാണ്. ഡാനിയേൽ, അതിന്റെ അർത്ഥം ഗാഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതിയാണ്. ഡാനിയേൽ. ഹനനയാ, ഫേവേർഡ് ബൈ ഗാഡ്, ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഹനനയാ എന്ന പേരവിടെ ഇടുന്നത്. അടുത്ത നമ്മൾ കാണുന്നത് മിശായേൽ, ഗാഡ് ഈസ് മൈ സ്ട്രെങ്ത്, ഗാഡ് ഈസ് മൈ സ്ട്രെങ്ത്. അസറയാ, യാഹ് ഹെൽപ്ഡ്, യഹോവ സഹായിച്ചു. ഇവരുടെ എല്ലാം പേരിന്റെ അവസാനം ഏൽ എന്നോ യാഹ് എന്നോ ആണ്. ഡാനിയേൽ, ഹനനയാ, മിശായേൽ, അസറയാ. അപ്പൊ അവരുടെ പേര് തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതായിരുന്നു. ആ ഐഡന്റിറ്റി ദൈവസംബന്ധമായ ഐഡന്റിറ്റിയാണ്. ഗോഡ്ലി ഐഡന്റിറ്റി അവരുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പേര് വിളിക്കുമ്പോൾ തന്നെ അവർക്കറിയാം, ഞാൻ ദൈവവുമായി ബന്ധപ്പെട്ടവനാണ്. ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവമാണ് എൻ്റെ ന്യായാധിപതി. ഹനനയാ, ഫേവേർഡ് ബൈ യാഹ്വേ, ദൈവത്തിന്റെ യഹോവയുടെ കരുണ ലഭിച്ചവൻ. അവനെ വിളിക്കും ഹനനയാ, ഞാൻ ദൈവബന്ധമുള്ളവനാണ്. മിശായേൽ, ഏൽ, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്, എന്നെ ശക്തനാക്കുന്നത് ഏൽ ആണ്, ദൈവമാണ്, യഹോവയാണ്. അസ്രയാ, യാ ഹെൽപ്ഡ്, യഹോവയുമായി ബന്ധപ്പെട്ടതായ ഒരു ഐഡന്റിറ്റി. അപ്പോൾ യൂണിക് ബേൽസസർ അല്ലെങ്കിൽ യൂണിക് എന്ത് ചെയ്തു? അവരുടെ പേരങ്ങ് മാറ്റി. കാരണം ഈ പിള്ളേര് എപ്പോഴും യാഹുവേ, ഏൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം വരും. അതുകൊണ്ട് അവരെ ബാബിലോണിയൻസ് ആക്കണമെങ്കിൽ അവരുടെ പേര് മാറ്റണം. അവർക്കിട്ട പേരെല്ലാം പിന്നെ ബാബിലോണിയൻ പേരാണ്. ഡാനിയേലിന് അവര് ബേൽസസർ എന്ന പേരിട്ടു. ട്രഷർ ഓഫ് ബേൽ, പ്രിൻസ് ഓഫ് ബേൽ. ബേൽ അവരുടെ ദൈവമാണ്. ബാലിന്റെ മറ്റൊരു പേരാണ് ബേൽ. പ്രിൻസ് ഓഫ് ബേൽ, ഞാൻ ബാലിന്റെ രാജകുമാരനാണ് എന്ന് ലോകം ദാനിയേലിനെ കുറിച്ച് പറഞ്ഞു. ഹനനയാവിന് അവർ ശദ്രക് എന്ന് പേരിട്ടു. ഇൻസ്പിറേഷൻ ഓഫ് ദ സൺ ഗാഡ്, സൂര്യ ദൈവത്തിന്റെ പേരാണ് ശദ്രക്. ബാബിലോണിന് ഐഡന്റിറ്റി കൊടുക്കുക. മിശായേലിന് അവർ മേശക് എന്ന് പേരിട്ടു. ശേശക്
എന്ന ബാബിലോണിയൻ ദേവതയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് മേശക് എന്ന പേരിട്ടത്. ബാബിലോണിയൻ ഗോഡസാണ്. അസ്രയാവിന് അവര് അബേദ് നെഗോ എന്ന് പേരിട്ടു. അബേദ്, സ്ലേവ്, സെർവന്റ്, സ്ലേവ് ഓഫ് നെഗോ. നെഗോ അവരുടെ ബാബിലോണിയൻ ഗോഡാണ്. നെഗോ എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ തുടർമാനമായി ഇവരുടെ ഐഡന്റിറ്റി തന്നെ തകർത്ത് കളയുവാനുള്ള വലിയ ഒരു കാര്യം അവിടെ ബാബിലോണിൽ ചെന്നപ്പോൾ ഉണ്ടായി. ഒന്ന്, അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, രാജാവിൻ്റെ ഭോജനം എന്ന് പറയുന്നത്, രാജാവിൻ്റെ ഭോജനത്തിലെ അവരുടെ ഇറച്ചി, അത് അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ ദൈവത്തിൻ്റെ ഫേവറാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയത്തക്ക രീതിയിൽ. പിന്നെ അടുത്തത് വീഞ്ഞാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. എന്നാൽ ഈ പേരിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഷണ്ണാധിപൻ ദാനിയേലിന് ബേൽസസർ എന്ന് പേരിട്ടു. ദാനിയേലിനെ അവർ വിളിക്കുന്നത് ബേൽസസർ എന്നാ. അതിപ്പോ നമുക്ക് പറയും എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. അവരവിടെ അടിമകളായിട്ട് ജീവിക്കുകയാണ്. എന്തെങ്കിലും വിളിച്ചോട്ടെ. ദാനിയേൽ പറഞ്ഞു, നീ എന്നാ വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ദാനിയേൽ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എപ്പോഴും ദാനിയേൽ എന്ന് തന്നെയാണ്, ബേൽസസർ എന്നല്ല. ദാനിയേലാകുന്ന ഞാൻ ഒരു ദർശനം കണ്ടു. ദാനിയേലാകുന്ന ഞാൻ. ദാനിയേൽ തൻ്റെ ഐഡന്റിറ്റി ബാബിലോണിയൻ ആക്കിയില്ല. തൻ്റെ ഐഡന്റിറ്റി, ജൂയിഷ് ഐഡന്റിറ്റി അവൻ സൂക്ഷിച്ചു. ദൈവവുമായുള്ള ബന്ധം അവൻ സൂക്ഷിച്ചു. ലോകം നമ്മുടെ ഐഡന്റിറ്റി തകർത്ത് കളയാനായിട്ട് നോക്കും. അതിനെ ലൗകികമാക്കാനായിട്ട് നോക്കും. അതിൻ്റെ പിന്നാലെ പോകരുത്. അവിടെ നമ്മൾ ആ ദൈവികമായ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കണം. ലോകം നമ്മളെ ലൗകികനാക്കാൻ നോക്കുമ്പോൾ ലോകം എന്തും ചെയ്യട്ടെ. പല സ്ഥലങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ നമുക്ക് പലപ്പോഴും സമൂഹത്തെ മാറ്റിമറിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞില്ലെന്നിരിക്കും. നമ്മുടെ ഓഫീസിലെ ഒരു സാധാരണ ജോലിക്കാരനാണ് ഞാനെങ്കിൽ ആ ഓഫീസിന്റെ കംപ്ലീറ്റ് സിസ്റ്റം എടുത്തു മാറ്റാനൊന്നും എന്നെ കൊണ്ട് സ്വാഭാവികമായി കഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ മേധാവിയാകണം. എന്നാൽ കുറച്ചെങ്കിലും പറ്റിയെന്നിരിക്കും. എന്നാലും പറ്റത്തില്ല. എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ അതിൻ്റെ ഭാഗവാക്കാവുകയില്ല, ലൗകികതയുടെ ഭാഗവാക്കാവുകയില്ല എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നത് രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. 3 വർഷത്തേക്ക് രാജാവ് കഴിക്കുന്ന ഭക്ഷണം, അതായത് അവരുടെ ദേവതയ്ക്ക് കൊടുത്ത ഭക്ഷണം, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് അതും കുടിച്ചോണം. അപ്പൊ ഈ 2 കാര്യങ്ങളിലും പ്രോബ്ലം ഉണ്ട്. എന്താ ചെയ്യുക? വേണമെങ്കിൽ പറയാം, ഞാൻ ബാബിലോണിലല്ലേ, ഞാനൊരു അടിമയല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പോ രാജാവിൻ്റെ ദൈവത്തിന് കൊടുത്തത് തിന്നാലും എന്തോ ചെയ്യാനാ? എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഞാനിങ്ങനൊരു സാഹചര്യത്തിലല്ലേ. വീഞ്ഞ് കുടിക്കാതിരിക്കാൻ പറ്റുമോ? രാജാവിൻ്റെ കൽപ്പനയാ ഞാൻ കുടിക്കുന്ന വീഞ്ഞ് നീയും കുടിച്ചോണമെന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത്
ദാനിയേൽ പറയുന്ന ഒരു വാചകം 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. Daniel resolved that he will not defile himself with the food that is served on the table of the king and the wine that he drinks. Daniel resolved. Daniel നിശ്ചയിച്ചു. റിസോൾവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. റെസല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റിക്കൂടാത്ത കാര്യത്തിനാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. മാറ്റിക്കൂടാത്ത. ശരിക്കും ഡാനിയേൽ പറയുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, അതുകൊണ്ട് ഞാൻ ഈ ഭക്ഷണം കഴിച്ച് വിഗ്രഹാർപ്പിതം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാക്ട്ലി ദൈവത്തിന് കൊടുത്തതിൻ്റെ ബാക്കി, അങ്ങനെ ആ ഇറച്ചിയുടെ കാര്യമാണ്. ഇറച്ചി ദൈവത്തിന് കൊടുത്തിട്ട് അത് അതിൻ്റെ ഭാഗമായി, ആരാധനയുടെ ഭാഗമായി തന്നെ ഭക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ നിയമം. അത് ഞാൻ ചെയ്യത്തില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. അതുപോലെ ദാനിയേൽ പറഞ്ഞു, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ട്, രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല. അപ്പൊ അശുദ്ധമാക്കുകയില്ല എന്ന് തീരുമാനമെടുത്തുന്ന, അശുദ്ധമാക്കുക, അവനോ ഡിഫൈൽ മൈസെൽഫ്. ഇച്ചിരി കുടിച്ചാൽ എന്നാന്ന് ചിലപ്പം അതിപ്പം രാജാവ് കുടിക്കുന്ന വീഞ്ഞ് മൊത്തം കുടിക്കണ്ട, ഒരു ഇച്ചിരി കുടിച്ചാൽ മത്തനാകാതിരുന്നാൽ മതി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മത്തനാകാതിരുന്നാൽ മതി. ഞാൻ ഈയിടെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു, യൂത്തിന് വേണ്ടി നടത്തിയ ഒരു മീറ്റിംഗ്. അപ്പൊ അവൻ ചോദിച്ചത്, അങ്ങളെ ഇപ്പം കുറച്ച് മദ്യപിച്ചാൽ എന്താ പ്രശ്നം? കുറച്ച് സോഷ്യൽ ഡ്രിങ്കിങ്, അതിനൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? നമ്മള് ഡ്രങ്ക് ആകരുത്, കുടിച്ച് മത്തരാകരുത് എന്നല്ല ഉള്ളൂ. അതിപ്പോ കുടിച്ചാൽ എന്താ പ്രശ്നം? എന്നാൽ ദാനിയേൽ അങ്ങനെ ചിന്തിച്ചില്ല. ദാനിയേൽ പറഞ്ഞില്ല, ദൈവം സഹായിക്കുകയാണെങ്കിൽ എനിക്കിത് കുടിക്കണമെന്നില്ല, അത് കുടിക്കാതിരിക്കാൻ ദൈവം സഹായിക്കുമായിരിക്കും, കർത്താവേ നീ സഹായിച്ചാൽ ഞാൻ കുടിക്കത്തില്ല എന്നൊന്നും അല്ല ദാനിയേൽ പറഞ്ഞത്. ദാനിയേൽ പറഞ്ഞത്, I will not defile myself with the food that is served on the table of the king, and I will not drink the wine. I will not defile. എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് നിശ്ചയിച്ചു. പറ്റിയാൽ ചെയ്യണമെന്നല്ല, നിശ്ചയിച്ചു. റിസല്യൂഷനാണ്, റെസല്യൂഷൻ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില റെസല്യൂഷൻ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യണം. ഞാൻ തല പോയാലും, ദാനിയേലിന് അറിയത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോയെന്നിരിക്കും, പക്ഷെ തല പോയാലും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് തീരുമാനമെടുത്തു. തല പോയാലും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ഇത് ഓരോ വിശ്വാസിയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒന്ന്, ഞാൻ ദാനിയേലല്ല, ഞാൻ ബേൽശസ്സറല്ല. ലോകം എന്നെ എന്നാ വിളിച്ചാലും അവർ വിളിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്നെ വിളിക്കുന്നത് എൻ്റെ ദൈവവുമായുള്ള ഐഡന്റിറ്റിയാണ്, എൻ്റെ ഐഡന്റിറ്റി. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. അത് ഞാൻ വിട്ടുകളയുകയില്ല. 100% ഞാൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകും. എന്തു വന്നാലും, എന്തോ സംഭവിച്ചാലും ഞാനത് ചെയ്യുകയില്ല. റിസോൾവ്. ശരിക്കും അങ്ങനെ ഒരു റെസല്യൂഷൻ നമ്മൾ എടുത്തേലേ പറ്റുകയുള്ളൂ. റെസല്യൂഷൻ.
ഞാൻ ഹോസ്റ്റലിൽ താമസിക്കാൻ 15ാമത്തെ വയസ്സാണ്. അന്ന് പ്രീ ഡിഗ്രിയാണ്. 11 പഠിക്കാനായിട്ട് 15 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഹോസ്റ്റലിൽ താമസിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് റാഗിങ് 1977 റാഗിങ് ഉണ്ട്. ഇത് എമർജൻസി കഴിഞ്ഞ സമയം, അടിയന്തരാവസ്ഥ അങ്ങോട്ട് കഴിഞ്ഞ സമയം റാഗിങ് അക്സെപ്റ്റഡ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ റാഗിങ് ഒരു പരിധി വരെ അക്സെപ്റ്റഡ് ആയിരുന്നു അന്ന്. അപ്പോൾ ചേട്ടന്മാർ എൻ്റെ അടുത്ത് വന്നു, എല്ലാവരും റാഗ് ചെയ്യുക. എന്നോട് ചേട്ടന്മാർ പറഞ്ഞു, ഇരിയടാ അവിടെ. ഞാൻ ചോദിച്ചു, എവിടെ ഇരിക്കണ്ടേ? കസേരയിൽ ഇരിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചാ, കസേര എന്ത് ചെയ്യും? കസേര ഉണ്ടെന്നും വെച്ചിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നോളാൻ, കാലുമടക്കി. ചേട്ടന്മാർ പറയുന്നതല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അതുപോലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം സിഗരറ്റ് കത്തിച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, വലിക്കടാന്ന്. ഞാൻ പറഞ്ഞു, അത് പറ്റത്തില്ല. അതെന്താടാ? 15 വയസ്സുള്ള ഒരു ചെറുക്കന് സിഗരറ്റ് കിട്ടിയാൽ വലിയ വലിയ കാര്യം നിന്ദിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഐ എം സോറി, ഐ കനോട്ട് ഡു ദാറ്റ്. വൈ? അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പെന്തിക്കോസാണ്. ഇത് 47 വർഷം മുമ്പിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. കാര്യം അന്ന് ഈ കരിസ്മാറ്റിക് ഒക്കെ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പെന്തിക്കോസാന്ന് പറഞ്ഞ ആ വാക്ക് അവർ കേട്ടിട്ടില്ല. കാഞ്ഞിരപ്പള്ളിയിലെ അച്ചായന്മാരുടെ പിള്ളേരും കുട്ടനാട്ടിലെ മുതലാളിമാരുടെ പിള്ളേരും ഒക്കെയാ ഹോസ്റ്റലിൽ താമസിക്കും. അമ്മാര് കേട്ടിട്ടില്ല. പെന്തിക്കോസോ എന്ന് വെച്ചാൽ എന്നാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്, ദർ ആർ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ വാചകം. ദർ ആർ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. തീർത്തു വളർന്നു. അമ്മാര് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഇടിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നിച്ച് ഇടി കൊണ്ടാലും വേണ്ടുകയില്ല, എന്ത് സംഭവിച്ചാലും വേണ്ടുകയില്ല. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. എൻ്റെ ഐഡന്റിറ്റി ഞാനങ്ങ് വെളിപ്പെടുത്തി. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. റാഗിങ് 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ റാഗിങ് ഒന്നുമില്ല. പിന്നെ ചേട്ടന്മാരെല്ലാം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന, അങ്ങനെയാണല്ലോ. റാഗിങ് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി എന്നെ ഇതിന് കിട്ടത്തില്ല. എൻ്റെ ഐഡന്റിറ്റി അവർ അറിഞ്ഞു. അതിനുശേഷം ഹോസ്റ്റലിലെ കള്ളുകൂടിയും അതൊക്കെ, പിള്ളേർ കള്ളൊക്കെ കൊണ്ടുവന്ന് കുടിക്കും, എൻ്റെ റൂമിൽ ഇരുന്ന് കുടിക്കും, കൂട്ടുകൂടി കുടിക്കും. പക്ഷേ ഇന്നും ഒരു ബിയറിൻ്റെ ടേസ്റ്റ് പോലും എനിക്കറിയത്തില്ല. കാരണം ഞാൻ തീരുമാനിച്ചു, മദ്യം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. നമ്മൾ ഏത് സാഹചര്യമാണെങ്കിലും എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ഒരു സുഹൃത്ത് അബുദാബിയിൽ ഒരു ഗവൺമെൻറ് കമ്പനിയിൽ വലിയൊരു പോസ്റ്റിലാണ്. അപ്പോൾ CEO പലപ്പോഴും ഇവരെ മീറ്റിങ്ങിന് വിളിക്കുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ, 7 സ്റ്റാർ ഹോട്ടലിലേക്കാണ് വിളിക്കുന്ന സാധാരണ. അപ്പം ചെന്ന് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അത് തന്നെ മദ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കഷനുണ്ട്. ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ ക്യാൻ ഗോ ആൻഡ് ഡാൻസ് വിത്ത് ഗേൾസ്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവന്, എൻ്റെ കൂട്ടുകാരൻ, എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ലൈറ്റ് കോക്ക് എടുത്ത് അതും കുടിച്ചുകൊണ്ടിരിക്കും. വേറെ മദ്യമൊന്നും കുടിക്കത്തില്ല. പിന്നെ CEO വിളിക്കുന്ന മീറ്റിംഗ് അല്ലേ, അപ്പം ചെന്നാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മദ്യപിക്കുകയും പെൺപിള്ളേരോട് ഡാൻസ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പം ഇവൻ ഈ കോക്ക് ചുമ്മാ ഇങ്ങനെ വലിച്ചു കുടിച്ചുകൊണ്ട് അവിടെ മാറിയിരിക്കും. ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. അപ്പോൾ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ, അവൻ്റെ കൂട്ടുകാരനാ, അവൻ ചോദിച്ചു, യു ഡോണ്ട് ഡ്രിങ്ക്? അവൻ പറഞ്ഞു, നോ, ഐ എം സോറി, ഐ ഡോണ്ട് ഡ്രിങ്ക്. യു ഡോണ്ട് ഡാൻസ് വിത്ത് ഗേൾസ്? അവനെ പറഞ്ഞ്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല, ഐ വിൽ നോട്ട് ഡു ദാറ്റ്.
പിന്നെ നിനക്ക് എന്നാ രസമാടാ ഉള്ളത്? ഉടനെ അവൻ പറഞ്ഞു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എനിക്ക് ഇതിനകത്ത് രസിക്കാൻ കഴിയയില്ല. കാര്യം ഇതിനേക്കാൾ വലിയൊരു രസം എനിക്കുണ്ട്. ദാറ്റ് ഈസ് മൈ ഫെലോഷിപ്പ് വിത്ത് ജീസസ്. അവൻ ആ വ്യക്തിയോട് സുവിശേഷം എന്ന് പറഞ്ഞു. അബുദാബിയില. നിനക്ക് ഇതിന്റെ പുറകെ പോകേണ്ടി വരും, പക്ഷെ എനിക്ക് പോകേണ്ടി വരത്തില്ല. കാര്യം ഞാൻ ഇതിനപ്പുറത്തെ സന്തോഷം അനുഭവിച്ചിട്ടാണ് വരുന്നത്. ഐ വിൽ നോട്ട് ഡിഫൈൻ മൈസെൽഫ്. സിഇഒ വിളിച്ചാൽ മീറ്റിങ്ങിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കയില്ല എന്നുള്ള തീരുമാനം. നമുക്കെല്ലാവർക്കും വേണം അത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ അശുദ്ധമാക്കാതിരിക്കേണ്ട ഒരു വലിയ കാര്യം നമുക്കുണ്ടാകണം. അങ്ങനെ അവൻ തീരുമാനമെടുത്തു. തീരുമാനമെടുത്തു കഴിഞ്ഞിട്ട് ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് ഷണ്ണാധിപനോട് പറഞ്ഞു, തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. എനിക്കിത് കുടിക്കാൻ പറ്റത്തില്ല, എനിക്കിതൊക്കെ തിന്നാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം അവനെ സഹായിച്ചു. ചത്താലും ഇത് ചെയ്യത്തില്ലെന്ന് അവൻ നേരത്തെ തീരുമാനമെടുത്തതാ. പക്ഷെ ചാകണ്ടിയൊന്നും വന്നില്ല. ദൈവം ദാനിയേലിന് ഷണ്ണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങളൊരു തീരുമാനമെടുത്താൽ അതിനനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരും. പക്ഷെ തീരുമാനം വളരെ സ്ട്രോങ് ആയിരിക്കണം. സാഹചര്യങ്ങളെ ഒരുക്കി തരുമെന്ന് അറിഞ്ഞതിന് ശേഷമല്ല അവൻ തീരുമാനമെടുത്തത്. തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഞാൻ അശുദ്ധിയിലേക്ക് വീണു പോകയില്ല എന്നുള്ള ഒരു തീരുമാനം, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്നുള്ള വലിയ തീരുമാനം, എൻ്റെ ഓഫീസ് ജീവിതത്തിലാണെങ്കിലും എൻ്റെ കൂട്ടുകാരുമായുള്ള സാഹചര്യത്തിലാണെങ്കിലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നുള്ള തീരുമാനം, ദൈവം അവനെ സഹായിക്കും. ദൈവം സഹായിക്കും. എനിക്കറിയാവുന്ന ഒരു സ്റ്റോറിയല്ല, നടന്ന കാര്യമാണ്. 18 വയസ്സുള്ള ഒരു ചെറുക്കൻ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ ബാംഗ്ലൂരിൽ വന്നതാ. വിശ്വാസിയായ ഒരു പയ്യനാ. ബാംഗ്ലൂരിൽ വന്നവന്റെ ബർത്ത്ഡേയുടെ സമയം അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവനോട് ചോദിച്ചു, ഏയ് ഇറ്റ് ഈസ് യുവർ ബർത്ത്ഡേ റൈറ്റ്? അവൻ പറഞ്ഞു, യെസ്. വി വിൽ സെലിബ്രേറ്റ്. പറഞ്ഞു, നോ പ്രോബ്ലം, വി ക്യാൻ സെലിബ്രേറ്റ്. ക്യാൻ വി ഗോ ടു ദ പബ് ആൻഡ് ഡ്രിങ്ക്? അവൻ പറഞ്ഞു, ഐ എം സോറി. ആദ്യം ചോദിച്ചു, വി വിൽ സെലിബ്രേറ്റ്, യെസ്. ഡു യു ഹാവ് മണി? ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ പപ്പ കുറച്ച് പൈസ അയച്ചു തന്നു, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോളാം പറഞ്ഞുകൊണ്ട് തന്നെ. വി വിൽ ഗോ ടു ദ പബ്? നോ, ഐ എം സോറി. എന്നെ കൂട്ടുകാരനോട് ചോദിച്ചു, വൈ ഡു യു ഫിയർ ദാറ്റ് യുവർ ഫാദർ വിൽ ഹർട്ട് യു? നീ എന്താ, നിനക്ക് പേടിയാണോ നിന്റെ അപ്പൻ നിന്നെ ഉപദ്രവിക്കുമെന്ന്, അല്ലെങ്കിൽ അപ്പൻ നിന്നെ വേദനിപ്പിക്കുമെന്ന്? ഹർട്ട് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചു. ഹർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നോ, ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. ദെൻ വാട്ട്? ഐ ഫിയർ ഇഫ് ഐ ഡു ദിസ് ഐ വിൽ ഹർട്ട് മൈ ഫാദർ. ഞാനിത് ചെയ്താൽ എൻ്റെ അപ്പനെ ഞാൻ വേദനിപ്പിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിത് ചെയ്യുകയില്ല. കൂട്ടുകെട്ടൊക്കെ നല്ലതാണ്. നമ്മുടെ പിള്ളേർ കോളേജിൽ പഠിച്ചാൽ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകും, ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ആത്മീയത വിട്ടുള്ള ഒരു കളിയും വേണ്ട, നമ്മുടെ സ്പിരിച്വാലിറ്റി വിട്ടുള്ള ഒരു കളിയും വേണ്ട. 100% ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കണം.
ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. അങ്ങനെ തീരുമാനമെടുത്താൽ ദൈവം അതിനുള്ള വഴികളെ തുറക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത്, ഷണാധിപന്റെ മുമ്പിൽ ദൈവം ദാനിയേലിന് ഷണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. 10-ാമത്തെ വാക്യത്തിൽ ഷണാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടെ ഇതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെ വന്നാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. അങ്ങേര് പറഞ്ഞു, മോനെ, പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജാവ് പറഞ്ഞിട്ടുണ്ട് നിന്നെയൊക്കെ നന്നായിട്ട് തീറ്റിച്ച് വലിയ സുന്ദരന്മാരാക്കണമെന്ന് കൂടുതൽ. അപ്പം മറ്റുള്ളവരെല്ലാം നല്ല ഇറച്ചിയും ഒക്കെ തിന്ന് വീഞ്ഞുമൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ മാത്രം ക്ഷീണിച്ച് വേറൊരു രീതിയിലായി പോയി കഴിഞ്ഞാൽ രാജാവ് എൻ്റെ തല മിക്കവാറും കൊയ്യും. ഡാനിയേൽ പറഞ്ഞു, ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലും ഹനന്യാവിനും മിശായേലിനും അസറയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട് 11-ാമത്തെ വാക്യത്തിൽ, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. വെജിറ്റേറിയനെ കഴിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അവൻ മാംസം കഴിക്കുന്നത് മാറ്റിവെച്ചതെന്ന് ചോദിച്ചാൽ, മാംസം അവിടെ ദൈവത്തിന്, അവരുടെ ബാബിലോണിയൻ ദൈവത്തിന് നിവേദിച്ചതിൻ്റെ ബാക്കി നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഭക്ഷണം. അതുകൊണ്ടാണ് ഞങ്ങൾ വെജിറ്റബിൾസ് കഴിച്ചോളാം, കുടിക്കാൻ വീഞ്ഞ് വേണ്ട, വെള്ളം മതി. 10 ദിവസം പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്നത്, അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെ ഉള്ളതിനേക്കാളും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരായും കണ്ടു. നോക്ക്, അവിടെ ദൈവം ഇടപെട്ടു. ദൈവത്തിന് വേണ്ടി നമ്മളൊരു തീരുമാനമെടുത്താൽ നമ്മളെ പരിരക്ഷിക്കുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരും. ദൈവം സഹായിക്കും. ദൈവത്തിന് വേണ്ടി നമ്മളൊരു തീരുമാനമെടുത്താൽ, പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ബലഹീനതയുടെ ആ അവസ്ഥയിൽ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കട്ടെ. നീക്കിക്കളയണമെന്നൊരു വാക്കൊന്ന് പറഞ്ഞു, പക്ഷെ ഉടനെ പറഞ്ഞു, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിപ്പോയിക്കൂടാ എന്നുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണ്, എനിക്ക് നിന്നെ അനുസരിച്ചാൽ മതി എന്ന് തീരുമാനമെടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത്, ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നാണ്. തീരുമാനമെടുക്കുന്നത് നമ്മളെ എടുക്കേണ്ടത്. നമ്മൾ തീരുമാനമെടുത്ത് കഴിയുമ്പോഴാണ് ദൂതന്മാർ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ തീരുമാനമെടുക്കുന്നവരായിരിക്കണം നമ്മൾ. വി നീഡ് ടു ടേക്ക് എ ഡിസിഷൻ. തീരുമാനമെടുക്കാൻ ദൂതൻ വരത്തില്ല, തീരുമാനമെടുക്കുന്നത് നമ്മളാണ്. അങ്ങനെ നമ്മൾ തീരുമാനമെടുത്താൽ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഇറച്ചി തിന്നാഞ്ഞതുകൊണ്ട് അവരുടെ ബുദ്ധിയൊന്നും മന്ദമായി പോയില്ല. വീഞ്ഞു കുടിക്കാഞ്ഞതുകൊണ്ട് അവരുടെ ബുദ്ധിയൊന്നും മന്ദമായി പോയില്ല. 17-ാമത്തെ വാക്യത്തിൽ, ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളുടെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു.
ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ക്ഷണാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ രാജാവ് അവരോട് സംസാരിച്ചപ്പോൾ 19ാമത്തെ വാക്യത്തിൽ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനനയാവ്, മീശായേൽ, അസറിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്ത് എല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരികളിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. 10 ഇരട്ടി. എവിടുന്ന ഇവർക്ക് ഈ വിശിഷ്ടത കിട്ടിയത്? വീഞ്ഞു കുടിച്ചത് കൊണ്ടല്ല. അവരുടെ ഈ വിശിഷ്ടത ദൈവം അവർക്ക് നൽകിയതാണ്. എന്തുകൊണ്ടാണ് നൽകിയത്? ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നവർ തീരുമാനമെടുത്തു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് നമ്മൾ പഠിപ്പിക്കണം. ഈ ദാനിയേലിന്റെ ചരിത്രം ഞാൻ ഒത്തിരി കോളേജ് സ്റ്റുഡൻസിനിടയ്ക്കും ഒക്കെ ഞാൻ ഒത്തിരി ആഫ്രിക്കയിലാണെങ്കിലും എടുത്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമെടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ കോളേജിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകാൻ ഒരു തീരുമാനം എടുക്കണം. തല പോയാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല, ഞാൻ അശുദ്ധിക്ക് കൂട്ടു നിൽക്കുകയില്ല. ഓഫീസ് മാറ്റിമറിക്കാനൊന്നും നമുക്ക് പറ്റിയില്ലെന്നിരിക്കും, പക്ഷേ നമ്മളെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ ഒത്തിരി പ്രതിസന്ധികൾ അവിടെ ഉണ്ടാകാം, ജീവൻ തന്നെ അപകടത്തിലാകുന്ന സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. എന്നാലും ഒരു തീരുമാനമെടുക്കണം. റിസോൾഡ്, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. ആ തീരുമാനമെടുക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം.